ഹായ്, ഇന്നും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ വൈക്കം ബ്രഹ്മമംഗലത്ത് അനന്തു ആൻഡ് ഫാമിലിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണിത്. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ 34 ദിവസം കൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞ് മുമ്പ് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ആ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണിന്ന്. അനന്തുവിൻ്റെ അമ്മ, അച്ഛൻ നന്ദേട്ടൻ, അനന്തുവിൻ്റെ അനിയത്തി ആതിര. അപ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം നിങ്ങൾ കണ്ടില്ലേ? ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്, അത് ഞങ്ങളല്ല ശരിക്കും പറയേണ്ടത്, ഇവർ തന്നെയാണല്ലേ പറയേണ്ടത്. പക്ഷേ ഇന്നത്തെ ഒരു ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലെ പോലെ തന്നെ അറിയാലോ. കാരണം ഇന്ന് രാവിലെ എത്ര മണിക്ക് ഇവർ പോയി കിടന്നുറങ്ങിയത്? രാവിലെ 6 മണിക്കാണ്. ഞങ്ങൾ ഇവിടെ രാവിലെ 6 മണിക്കാണ് എത്തിയത്. അപ്പോഴത്തേക്കാണ് ഇവരും ഇവിടുന്ന് പോയിരിക്കുന്നത്. ഞങ്ങൾ അതുപോലെ 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പ്രോസസ് എന്ന് പറയണേക്കല്ലേ. 2:10 അതായത് ഈ 2:10 ഞങ്ങൾ കുളിച്ച് രണ്ടാളും ഇറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 മണിക്കെല്ലാം നീക്കണ്ടേ. കടന്നുറങ്ങിയത് പിള്ളേരൊക്കെ പാടെ കളിയെല്ലാം കഴിഞ്ഞ് 12 മണിക്ക്. 1 മണിക്കൂർ തികച്ചുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടയേർഡും അതേപോലെ തന്നെ നല്ല മഴയും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, അതായത് പെരിന്തൽമണ്ണയിൽ നിന്ന് വൈക്കം വരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഇന്നത്തെ റൂട്ടിലെ സാഹചര്യമൊക്കെ അനുസരിച്ചിട്ട് കുണ്ടും കുഴിയും ട്രാഫിക്കും മഴയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടേ കാര്യമില്ല. വെച്ചു കൊടുക്കണ വീട് എല്ലാതും അവർ ഹാപ്പി ആയിട്ട് കയറി താമസിക്കുമ്പോഴാണ് ശരിക്ക് നമ്മൾക്കൊരു സന്തോഷം. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വയനാട് പോകുമ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ അവിടെ കംപ്ലീറ്റ് കാടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ സ്ഥലം വേറെ ആൾക്കാർ മേടിച്ചു. അതുകൊണ്ട് അവിടെ മതിൽ പണിയും കിണർ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ നാടാണ്. അപ്പോൾ ഒരുപാട് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നേരെ പിന്നെ നമ്മൾ നേരെ തൃശ്ശൂർ വഴിക്കാണ് പോകുന്നത്. കാരണം തൃശ്ശൂർക്ക് എന്തിനാ പോയത് കൂടി പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ പണിക്കാർക്ക് അരി കൊണ്ടേ കൊടുക്കാനാട്ടോ പോയത്. അതായത് ചില ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും, നമ്മൾക്കൊരു പലചരക്ക് കട ഉണ്ട്. അപ്പോ നമുക്ക് 1:30 മണിക്കാണ് അവിടെ 3:30 മണിക്കാണ് അവിടെ എത്തണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10-50 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ സൈറ്റിൽ തന്നെയാണ് ഭക്ഷണം വെച്ച് കഴിക്കണത്. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചുരുങ്ങിയതൊരു 75 കിലോ അരി വണ്ടിയിൽ വെച്ചിട്ട്, അതായത് ഒരു 3 സൈറ്റിലേക്കായാലും മിനിമം അരി എടുത്തിട്ടാണ് നമ്മൾ പോരുക. കാരണം എന്താ വെച്ചാൽ നമുക്കത് ഹോൾസെയിലായിട്ട് കിട്ടുമ്പോലെ. ഇപ്പൊ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എത്ര റേറ്റ് വരാറ്? 45 രൂപയൊക്കെ വരും. അച്ഛൻ എത്ര കേട്ടണേ? ഒരു 38 കിട്ടും. അപ്പൊ അത് നമുക്ക് പിന്നെ അത് മാത്രമല്ല, നമ്മളിത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും സുഖമാണ്. കാരണം ഇവർക്ക് പെറ്റി ക്യാഷ് അങ്ങനെ അധികം ആവശ്യമുള്ളതിന് മാത്രം ചെലവാക്കിയാൽ മതി. എല്ലാ സ്ഥലത്തും മലയാളി ഇല്ലാത്ത സൈറ്റുകളിൽ പിന്നെ ഇവർക്ക് വാങ്ങാൻ പോവാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ സാധനം എടുത്തിട്ട് നമ്മൾക്ക് ഇവർക്ക് കൊണ്ടു കൊടുക്കും. പക്ഷെ ഇന്ന് ഇവിടുത്തെ അരി കഴിഞ്ഞതല്ല. കാരണം നമ്മളെ ഇപ്പോൾ തോമസ് ഏട്ടൻ്റെ തൃശ്ശൂരുള്ള സൈറ്റിലേക്ക് മെയിൻ സ്ലാബ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇന്നലെ വന്നതാണ്. അറിയാലോ, നെടുമ്പാശ്ശേരിയത്തെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ നമ്മൾ ഇട്ടായിരുന്നോ? വീഡിയോ ഇട്ടിട്ടില്ല. നെടുമ്പാശ്ശേരിയത്തെ മെയിൻ സ്ലാബ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും തോമസ് ഏട്ടൻ്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തോമസ് ഏട്ടൻ്റെ അവിടെ മെയിൻ സ്ലാബ് അടിക്കാൻ റെഡി ആയി കിടക്കുകയാണ്. അപ്പോൾ അവർ രാത്രി നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ വിളിക്കാനൊന്നും പോയില്ല. മെയിനായിട്ട് നമുക്ക് അവിടെ അരി കൊണ്ടേ കൊടുക്കുക, പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട്. അതവിടെ കൊണ്ടേ കൊടുക്കുക, മിണ്ടാണ്ട് പോവുക. കാരണം പോണ സൈറ്റുകളിലൊക്കെ കയറാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കില്ല. ഇനി തൃശ്ശൂർ ധനേഷ് ഉണ്ട്. ഞങ്ങൾ പോവില്ല, അതുപോലൊരു അപ്ഷെയർ അല്ലേ. അത് ചെറിയൊരു വീടാണ്. വീട്ടിൽ കയറി പോവാൻ നമുക്ക് രാത്രി പറ്റില്ല. ഒന്നാമത് അത് പുറത്തു കൂടെ കോണിയും മൂടി കയറിയിട്ട് തന്നെ എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് പണി തന്നിട്ട് ഇരിക്കുകയാണ്. ഈ തോമസേറിന്റെ വീട് കാണാൻ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് വരുന്നവർ എന്നോട് ഇനി വഴി ചോദിക്കരുത്, വീഡിയോ കണ്ട് നേരെ പോരുക. അതായത് ഹൈവേന്ന് എന്താണ് മുതുപറയുന്ന എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള അത് മുതലേക്കുള്ള വീഡിയോ ആണിത്. അപ്പോൾ തോമസേട്ടൻ നമ്മളെ സൈറ്റിൽ കുരുമുളകിന്റെ കൃഷിയൊക്കെ നമ്മളെ വർക്ക് കാരണം ആൾക്ക് കുറച്ച് ഡിലേ ഒക്കെ വന്നു. പക്ഷെ എന്നായി കഴിഞ്ഞാലും പൈപ്പ് കൊടുന്ന് വെച്ചിട്ട് ഒരുപാട് ദിവസമായി. ആയിരിക്കണത് ആ റൗണ്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് കുരുമുളകാണ്. പിന്നെ ഇതൊരു സംഭവം ഉണ്ട്. നമ്മളൊരു സാധനം അവിടെ നിൽക്കണ്ടല്ലേ, നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. വലിയ ലോറിയൊക്കെ കണ്ടിരുന്നു. അത് നമ്മൾ ഇനി വീണ്ടും ഒരു വിശദമായൊരു വീഡിയോ പിന്നെ ഇട്ടുതരാം. ആ ഏറ്റി പോണത് ആരാ പറഞ്ഞു കൊടുക്കുക? ഏറ്റി പോണത് മനോടാണ്. കാലോണ്ട് വയ്യാട്ടോ, പക്ഷെ എന്നാലും ഏറ്റി കൊണ്ടുപോകാതെ പറ്റില്ലല്ലോ. നമ്മളെ റൂമിൽ പിള്ളേരൊക്കെ ഉണ്ട്, വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും. പക്ഷെ ഭയങ്കര നല്ല സുഖമായിട്ട് അവർ നല്ല ഉറക്കാണ് ഈ നേരത്തെ. പിന്നെ ആ നേരത്തെ പിന്നെ അവരെ വിളിച്ച് വെറുതെ ശല്യം ചെയ്യണ്ടല്ലോ. നമ്മളെന്തായാലും ഒരു ഏർപ്പാടിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചില്ല എന്ന് മാത്രം. പിന്നെ അമ്മ പിന്നാലെ പോരുന്നുണ്ട് അച്ചാറെന്തോ എടുത്തിട്ട്. അപ്പോൾ ഇത് നമ്മൾ തോമസ് ഏട്ടൻ്റെ സൈറ്റിൻ്റെ
ഫ്രണ്ടിലുള്ളതെല്ലാം പൊളിച്ചു, പിള്ളേർ വന്നിട്ട് അതെല്ലാം പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കാലിന് നൊണ്ടല് ശരിക്കും കാണിക്കണ്ടല്ലേ ഞാൻ, കാലിന് നൊണ്ടല് നല്ലപോലെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മളിങ്ങനെ പോന്നു, അങ്കമാലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്യാനായിട്ട് നിർത്തിയതാണ്. കാരണം 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 130 കിലോമീറ്റർ നമ്മൾ ഓടി. ഈ വണ്ടിക്ക് ആകെ 200 കിലോമീറ്ററുള്ള റേഞ്ച്. അപ്പം ഇനിയിപ്പോൾ അനന്തൂൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ചാർജ് ഇടാനൊന്നും ഇപ്പം പറ്റില്ല. സാധാരണ രീതിയിലാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ചാർജ് ഇടൽ. അപ്പോൾ ആ ചാർജ് ചെയ്യണ സമയത്ത് അമ്മ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. 1 മണിക്കൂറോളം നമുക്ക് സമയമുണ്ട്, വെറുതെ എന്തിനാ കളയണേ? അല്ല, നമുക്കിനി ഉറങ്ങണം വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. എനിക്ക് വരും. ഈ ഒരു പാഠം ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിൽ നമ്മളെ ലൈവായിട്ടും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ നാടിന്റെ തൊട്ടയൽവക്കം അല്ലേ, ചെമ്പിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ബ്രഹ്മമംഗലം. അതായത് പറയുമ്പോൾ എറണാകുളം ബോർഡറാണ്, പക്ഷെ കോട്ടയം ജില്ലയായിട്ടാണ് വരിക അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് മുതലുള്ള വീഡിയോസും നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ഇവർ 2200 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ 34 ദിവസം കൊണ്ട് തീർക്കണമെന്നുള്ളത്. അതിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസും, അതായത് നമ്മളിപ്പോൾ എങ്ങനെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഹൗസ് വാമിംഗ് ആണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണ പോലെ തന്നെ വർക്ക് സ്റ്റാർട്ടിങ്ങിലും നമ്മൾ ഇടാറുണ്ട്. അതേപോലെ ചുമര് കഴിയുമ്പോൾ ഇടാറുണ്ട്, അതിൻ്റെ മെയിൻ സ്ലാബ് കഴിയുമ്പോഴൊക്കെ ഇടാറുണ്ട്. വീഡിയോസ് ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അന്ന് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല ഇവിടെ തുടങ്ങുമ്പോൾ 40-50 പേര്. കാരണം നമ്മളിത് തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ചതയല്ലേ ലാസ്റ്റ് തോണം 4-ാം ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വർക്ക് തുടങ്ങിയത് മണി ശ്രീനിവാസന് വന്നിട്ട് തുടങ്ങിയ പ്രൊജക്റ്റ് ആണ്. അതെ, ഇപ്പൊ മണി ശ്രീനിവാസനുള്ളത് വയനാടാണ്. പിന്നെ വേറൊരു പ്രത്യേകത ഈ പ്രൊജക്റ്റിന് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ സൂപ്പർവൈസേഴ്സും ഒരു സൈറ്റിൽ ഫുള്ളായിട്ട് നിന്ന് വർക്ക് ചെയ്ത ഒരു സൈറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് 34 ദിവസം കൊണ്ട്, കാരണം ഒരാളെ ലീവ് അവിടെ എഫക്ട് ചെയ്തിട്ടില്ല. ആര് പോയി കഴിഞ്ഞാലും എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് 34 ദിവസം കൊണ്ട് തന്നെ നമുക്കത് തീർക്കാൻ പറ്റും. ബാക്കി ഒരു സൈറ്റിലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു 2 സൂപ്പർവൈസേഴ്സ് മാക്സിമം നമ്മൾ വേറെ സൈറ്റിലേക്ക് വിടും. പിന്നുണ്ട് മാത്യു സാറിന്റെ സൈറ്റിൽ, അതും കണ്ടിന്യൂസ് നിന്നിട്ടില്ല, കണ്ടിന്യൂസ് ഇല്ല, വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നല്ലാതെ. ഇതിൽ പക്ഷെ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും നിന്നായിരുന്നു. ഈ വീഡിയോ നമ്മൾ മുൻപൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലേ. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വരും എന്നുള്ളത്. കാരണം ഒരു എലിവേഷനൊന്നും ഇല്ലാത്തൊരു വീടാണ്. അതായത് നമുക്ക് തന്നതിൽ ഒരു എലിവേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, മോശമായിരുന്നു. അപ്പൊ അവര് നമ്മളോട് നമ്മളൊരു ഐഡിയക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മളേതായ രീതിയിൽ ചെയ്ത് എലിവേഷൻ ആക്കി മാറ്റിയതാണ്. കാരണം ഒരു സിംഗിൾ സ്റ്റോറി വീട് ചെയ്യണ സമയത്ത് ഈ എലിവേഷനിൽ ലുക്ക് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എങ്ങനെ ചെയ്താലും നമുക്കൊരു പെട്ടിക്കൂട് പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സ്ലോപ്പ് റൂഫിംഗ് ഒക്കെ ചെയ്ത് ടൈലൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കണം. എന്നാൽ തന്നെ ഞാൻ 2 ദിവസം മുന്നേ സ്റ്റാറ്റസ് ഇട്ടായിരുന്ന ആൾക്കാർ കണ്ടിരുന്നോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെ ചോന്ന മണ്ണൊക്കെ ഇട്ടിട്ടില്ലേ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദം എന്ന് പറയണ്ട, അത്രയും നല്ല മഴയാണ്. ആകെ പെട്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ പരിപാടി തന്നെ അത്രയും പന്തലൊക്കെ ഇടുകൊണ്ട് സെറ്റായിട്ട് നിന്നു. സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു നിമിഷം വരെ ഇത് ഞങ്ങളെ വീടാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ 2 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് നീച്ചിട്ട് വരണത്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇതിൽ കിടക്കുന്നുണ്ട്. കാരണം അറിയാലോ, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവരെ റിലേറ്റീവ്സും നാട്ടിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രൈവസി ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ കർട്ടനൊക്കെ ഫിറ്റ് ചെയ്തത് രാത്രി 12-1 മണിക്കാണ്. സ്വാഭാവികമാണ്, എല്ലാ സൈറ്റിലും ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് വീട്ടിലെ കംപ്ലീറ്റ് വർക്കുകളും തീരാറ്. എന്നാൽ തന്നെ ഇതിലിപ്പോഴും ഒന്നും തീർന്നിട്ടില്ല. ഈ TV അല്ല, ഇവിടെ വലിയ TV ആണ്, അത് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നെറ്റ് വരുന്നുണ്ട്, അത് വെച്ചിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത്, പിന്നെ അവരൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്താണ്, അതായത് നന്ദേട്ടൻ എന്ന ഗൾഫിൽ നിന്ന് വന്ന് 24-ാം തീയതിയാണ് ആള് വന്നത്. അതേപോലെ അനന്തുവിന്റെ സിസ്റ്ററിന് എന്നാ ജോയിൻ ചെയ്യേണ്ടത് ശരിക്ക് ഇന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ. അതായത് തിരുവനന്തപുരത്ത് അവളോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് 1-ാം തീയതി ജോയിൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ അവർക്ക് ഈ കണ്ട സാധന അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം പാടെ, അതും പോരാത്തതിന് നല്ല മഴയും
ഞങ്ങളിവിടെ എത്തിയത് 7 മണിയാകുമ്പോഴാണ്. പിന്നെ അവരും ഇവിടുന്ന് പോയത് 6 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. എല്ലാവരും ചോദിക്കണതാണ് UPVC വെക്കാൻ പറ്റുമെന്ന്. ഇതാണ് കേട്ടോ, നമ്മളിതിന് മുന്നേയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കോട്ടിയാട് വരാനുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇത് പന്തലിൻ്റെ ഷീറ്റൊക്കെയാണ്. നമ്മളിതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ട് നമ്പറെല്ലാം കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു കോട്ടിയാടും ഫുള്ള് സെറ്റിങ്ങോ, അതായത് സിറ്റിംഗ് ഏരിയ ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ഓപ്പൺ, അതായത് ഹാളിൽ നിന്ന് ഫുള്ളി ഓപ്പൺ ആക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2200 സ്ക്വയർ ഫീറ്റ് സിംഗിളായിട്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഹാള് നല്ല സ്പേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൈനിങ്, പിന്നെ 3 ബെഡ്റൂമാണിത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് ഈ കോട്ടിയാട്. കോട്ടിയാടിൻ്റെ അത് വർക്ക് കഴിയുന്ന സമയത്ത്, കാരണം ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പ്ലാനിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഡൈനിങ് ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ 3 ഗ്ലാസ് ആയിരിക്കും കാണുക. പക്ഷേ ഈ വീടിൻ്റെ പുറത്തുനിന്ന് നോക്കണ സമയത്ത് 4 ഗ്ലാസും ഈ ജനൽ മിഡിലും ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഒരു ഗ്ലാസ് ബാത്റൂമിൻ്റെ ടോപ്പ് സൈഡ് ആക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു ഡൈനിങ് ഹാളായിട്ട്, അതായത് മൊത്തം വീതി ഡൈനിങ് ഹാളായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ ഇപ്പം ഈ അമ്മ നിൽക്കണേൻ്റെ ആ ചുമരിൻ്റെ അടുത്ത സൈഡിലുള്ളത് ഒരു ബാത്റൂം, അതായത് ഒരു കോമൺ ബാത്റൂം, അതായത് 3 ബെഡ്റൂമാണ്, 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ജനലുകളെല്ലാം സ്പ്രേ പെയിൻറ്റിലാണ് ചെയ്തത്. സ്പ്രേ പെയിൻറ്റിൽ ചെയ്യണത് നല്ലതാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഇത് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചെയ്യണ സമയത്ത് അത് ഗ്ലോസ് ചെയ്യരുത് ഒരിക്കലും. അത് ഗ്ലോസ് ചെയ്യിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സ്റ്റീലും, അതായത് നമുക്കത് ഗ്ലോസി അല്ല ശരിക്കും ചെയ്യേണ്ടത്. മാറ്റ് ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇല്ലേ, ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ മാറ്റ് ഫിനിഷ് അല്ല ചെയ്തിരിക്കുന്നത്. സ്പ്രേ പെയിന്റ് ഒന്നല്ല, റോളറിലാണ് അടിച്ചത്. എന്നാലും എത്ര വർഷമായി, ഇപ്പോൾ 6-7 വർഷമായിട്ടും സെയിം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നിന്റെ ഏരിയയാണ് കിച്ചൺ. പറ, അമ്മയ്ക്കൊക്കെ സൂപ്പറായിട്ട് ഇഷ്ടമായിരുന്നു. അമ്മ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇപ്പോൾ പറയാറുണ്ടപ്പോൾ ഞാനേ പറഞ്ഞു ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട, ജസ്റ്റ് ഒരു നിന്നാൽ മതി. ഞങ്ങൾ നന്ദേട്ടൻ പോണതിൻ്റെ മുന്നേ ഒരു ദിവസം വരാം, എന്നിട്ട് നിങ്ങളെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ആള് പോണതിൻ്റെ മുന്നേ ഒരു ദിവസം പോയിട്ട് നമുക്ക് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് മാത്യു സാർ ചെയ്ത പോലെ തന്നെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതും അതേപോലെ തന്നെ അതായത് ഓപ്പൺ ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു കിച്ചൺ, ഈ ഒരു ഡൈനിങ്, അതേപോലത്തെ ആ വലിയ ഹാള് മൊത്തം ഒരു ഓപ്പൺ ആണ്. കണ്ടല്ലേ, ഇത്രയും ഏരിയ ഈ വീടിൻ്റെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ അമ്മയ്ക്ക് കത്തിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആരും സമ്മതിച്ചില്ല. ആദ്യം ഞാൻ സമ്മതിച്ചില്ല, പിന്നെ നന്ദേട്ട സമ്മതിച്ചില്ല, പിന്നെ അനന്തൂനൊന്നും പിന്നെ അമ്മ കത്തിച്ചാലും ശരി കത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഒരു ഫുഡ് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരും സമ്മതിക്കാത്തോണ്ട് അടുപ്പ് പുറത്തേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അത്രയും സ്ഥലമുള്ള ആൾക്കാരാണ്. അതായത് ബാക്കിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. പിന്നെ കത്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഒരു 10 വീട്ടിലേക്ക് കല്യാണം നടത്താനുള്ള വിറക് ഇപ്പോഴും അവർ വീട്ടിൽ കിടക്കുന്നുണ്ട് അല്ലേ. ഞാൻ പറമ്പിൽ തെരഞ്ഞാൽ അതിലും കൂടുതലും കിട്ടും. അപ്പോൾ അവർക്ക് പുറത്ത് നല്ലൊരു ഷെഡ് അടുപ്പുണ്ടാക്കണതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് ചെയ്യണ സമയത്ത് നമ്മളെല്ലാ ആൾക്കാർക്കും ഫുഡ് അമ്മേനെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഡെയിലി 2-3 മീൻകറി ആയിരുന്നു. അത് പറയാതെ പറ്റില്ല, അമ്മ നല്ലൊരു കുക്കാണ്. നമ്മുടെ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ നിൽക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന സൈറ്റ് ഇതായിരുന്നു. ഫുള്ള് അമ്മയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കണ്ട, കാരണം നന്ദേട്ടനും ആ സമയം വീട് വെക്കുന്ന സമയത്ത് ആളും ഇവിടെ ഫുള്ളായിട്ട് ലീവിന് വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ 2 പേരും പാടെയാണ് ഇത് ഫുള്ളായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും. അതുകൊണ്ട് ഈ വർക്ക് ഫാസ്റ്റ് ആവണേന് ഇതൊക്കെ ഒരു ഘടകമാണ് കേട്ടോ. കാരണം നമ്മളെ പണിക്കാർക്ക് ഇപ്പോൾ ആ സമയത്ത് കറക്റ്റ് ആ ഉണ്ണണ സമയത്താണ് ചെല്ലുക, കഴിക്കുക, ഇങ്ങോട്ട് പോരുക, ബാക്കിയുള്ള സമയം പണിയെടുക്കുക. സാധാരണ നമ്മളെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ അവർ രാവിലെ നീച്ച് സൈറ്റിൽ തന്നെ ഭക്ഷണം വെച്ച്, അതായത് 3 നേരം അവർക്ക് ഭക്ഷണം വെക്കണം, അവർ തന്നെ പോകണം. അതേപോലെ ഇത് അറിയാലോ, ഇപ്പോൾ വീട്ടമ്മമാരോടൊന്നും ഞാൻ പറഞ്ഞിടേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കഴുകലും പിടിക്കലും. പിന്നെ ഒരാളും 2 ആളെന്നല്ലല്ലോ. ഇപ്പം നേരത്തെ ഞാൻ അരി കൊണ്ടുപോയി കൊടുക്കണുണ്ടല്ലോ, ഒരു ദിവസം ഒരു സൈറ്റിൽ 6 കിലോ അരിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഇത് കാട്ടണത്. ഞങ്ങളെ പണി അങ്ങനത്തെ പണിയാണ്. ഒരു മാസം കൊണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീട് കോൺക്രീറ്റിൽ ചെയ്യാന്ന് പറയുമ്പോൾ അതിനുള്ള അധ്വാനം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ എല്ലാ ആൾക്കാരും അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. നമ്മളത് നന്നായ രീതിയിൽ തന്നെ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല
ഒക്കെ സൈറ്റിലെ സൂപ്പർവൈസർമാരെ കയ്യിലാണ് ഇരിക്കുന്നത്. അവർ ചിക്കൻ, മീൻ ഒക്കെ എന്താണോ അവർക്ക് കിട്ടാനുള്ളത് ആ സാധനങ്ങളൊക്കെ അവർ മേടിച്ചു കൊടുത്തോളാൻ പാടുണ്ട്. കാരണം നമ്മളെ പണിക്കാർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് നമ്മൾ സാധാരണ ഹിന്ദിക്കാർക്ക് പരിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അതും വെക്കുന്നുണ്ട്, അതും കൂടെ വയ്ക്കും. പിന്നെ ചിക്കൻ, മീൻ എല്ലാം അത് എൻ്റെ ഒരു നിർബന്ധത്തിനാണ്. കാരണം ഡെയിലി ഇവർ പരിപ്പ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരോഗ്യം ഉണ്ടായിരിക്കില്ല. സാധാരണ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ നിർത്തും. നമ്മളത് അങ്ങനെയല്ല, വൈകുന്നേരം ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് നല്ലതായിട്ട് ആരോഗ്യം വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കോമൺ ബാത്റൂം. ഔട്ട് സൈഡിൽ നിന്ന് നോക്കണ ഗ്ലാസ്, ഇത് അത്യാവശ്യം നല്ല അല്ലേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മൂന്നാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആക്കിയില്ല, ഡൈനിങ് ഹാളിൽ നിന്നും ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ഉപയോഗം തന്നെയാണ് വരുന്നത്, അത്ര അടുത്താണ്. അവിടെ ഒരു പാർട്ടീഷൻ, അതായത് അവിടെ ഒരു വരാന്ത പോലെ ഉണ്ട് ആ റൂമിലേക്ക് പോണോടത്ത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഉള്ളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ആണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കോട്ട് പ്രൈമറും പിന്നെ ചില വൺ സൈഡ് വാളൊക്കെ ജസ്റ്റ് ഒരു ലൈറ്റ് കളറും അടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ റൂമിലെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, ഫസ്റ്റ് കണ്ട പാടം. ഇപ്പം ഈ അമ്മ തുറക്കണ കർട്ടൻ, ഇപ്പം നിങ്ങൾ ഈ കസാരി മേശന്ന് വെച്ചെങ്കിൽ നിങ്ങൾ നോക്കണ്ട, ആ കട്ടിൽമ കടന്ന് കഴിഞ്ഞിട്ട് ആ കർട്ടൻ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പാടം ഫുള്ളായിട്ട് കാണാം. അതൊരു വൈബ് തന്നെയാണ്. ഈ വീടിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത കൂടിയാണ്, എല്ലാ റൂമൊന്നും പുറത്തോട്ട് ഇതുപോലെ ഫിക്സഡ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ റൂമൊന്നും നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് റൂമിൽ സമയം സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും നല്ല രസമായിരിക്കും. സാധാരണ ഒരു വീടിന് ഇപ്പോൾ എല്ലാ നോർമൽ വീടുകൾക്കും ഒരു റൂമിൽ 2 ജനൽ എന്നുള്ള ഒരു അല്ലേ, അതെ, അതൊരു അടച്ചുപൂട്ടിയ പോലെ സത്യം പറഞ്ഞ റൂമിൽ ഇരിക്കാൻ. ഇപ്പൊ ഇവന്റെ അനന്തുവിന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ ഏത് ബെഡ്റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം ഫീലാ. ഇപ്പൊ ഈ മഴ സമയത്ത് സിറ്റ് ഔട്ടിൽ ചിലപ്പോൾ ഊത്താലും കാര്യങ്ങളൊക്കെ വരും. നേരെ മറിച്ചിട്ട് അവൻ അതേ ബെഡിൽ തന്നെ ഇരുന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ പുറത്തത്തെ ആ ഫീല് എൻജോയ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അവിടെ ഒരു 3 കള്ളി അല്ലെങ്കിൽ 4 കള്ളി ജനല കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല. അത് മൊത്തം അതിൻ്റെ ഒരു ഇതന്നെ മാറി. ഈ ഒരു കോർണർ നമ്മളില്ലേ ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അത് വീട് ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് DB ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ, അതായത് ഈ ടേബിൾ ഇപ്പോൾ കണ്ടില്ലേ, അവിടെയാണ് ഇതിൻ്റെ ഇൻവേർട്ടറും കാര്യങ്ങളും ബാറ്ററിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, ഇതാണ് ഇപ്പോൾ നല്ലൊരു സിറ്റിംഗ് ഏരിയ അല്ലേ, അവിടെ ഒരു വെന്റിലേഷനും കൂടി കൊടുത്തപ്പോൾ നല്ലൊരു സ്പേസ് ആയിട്ട് മാറിയത്. അവിടെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് ഇപ്പോൾ ഞാനീ പറയല്ലാണ്ട് ആർക്കോട്ട് മനസ്സിലാവാനും പോണില്ല. ഇതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ റൂം. ഇതിനും ഇതേപോലെ പുറത്തോട്ട് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. എല്ലാ ബെഡ്റൂമൊന്നും ഒരേപോലെ ആ ഒരു ഇപ്പൊ ഇതില് ഓൾറെഡി നമ്മൾ 2 ജനല് അല്ല 2 ജനൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഫ്രണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവരിപ്പോൾ താമസിക്കുന്നത് ഇവരുടെ ഒരു പഴയ തറവാട്ടിലാണ്. അവിടെ നിന്ന് ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഇവർക്ക് എന്തായാലും ഒരു ലക്ഷറി ഫീൽ തന്നെ ആയിരിക്കും. അതന്നെയാണ് അവരെ ഫസ്റ്റ് അവരെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം. പിന്നെ എന്ന് വെച്ചാൽ ഇവര് ഒരുപാട് വർഷമായിട്ട് വീട് പണിയാൻ ആഗ്രഹിച്ചവരാണ്. കല്ല് ഇറക്കി വെച്ചിട്ട് എത്ര വർഷമായി നമ്മ പറഞ്ഞത്? 10-15 വർഷമായി. പക്ഷെ എന്തൊക്കെയോ പ്രയാസങ്ങൾ കൊണ്ട് ഇവർക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നിന്ന് പോകുന്നൊരു സ്റ്റേജായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് അച്ഛനാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അവര് കോൺക്രീറ്റിലാണ് ചെയ്ത് വെച്ചത്. അതിന് ഏകദേശം ഇവർക്ക് ഒരു 9 ലക്ഷം രൂപയുടെ അടുത്തായി എന്നാണ് ഇവര് ഞങ്ങളോട് പറഞ്ഞത്. അവർക്ക് എക്സ്പെൻസ് ആയ ഇതാണ് കേട്ടോ അവര് പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ മുൻ വീഡിയോയിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് അവര് ബേസ്മെന്റ് ഫുൾ ആയിട്ട്, അതായത് ഞങ്ങൾക്ക് എങ്ങനെയാണ് സൈറ്റ് തന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ. അപ്പോൾ അച്ഛൻ ഗൾഫിലാണ് പറഞ്ഞല്ലോ, നന്ദേട്ടൻ ഗൾഫിലാണ്. ആളാണ് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അനന്തുവിനെയും കൊണ്ട് വിളിപ്പിച്ചു. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ഇതുണ്ടായിരിക്കും, എന്താ അനന്തു ആൻഡ് ഫാമിലി എന്ന് പറയാനുള്ള കാരണം ഈ നന്ദേട്ടൻ ഈ വീട് വെച്ച് കഴിയുന്നവരെ ഈ വീടിനെ കുറിച്ചിട്ട്, അതായത് ഒരു ഡീലിങ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പറയലൊക്കെ ആള് എന്നോട് ഒന്നും സംസാരിച്ചിട്ടില്ല. എല്ലാം അനന്തുമാണ്. അതായത് ഫുള്ള് മോന് വിട്ടുകൊടുത്തിട്ടായിരിക്കും. അച്ഛന് ഗൾഫിലാണ്, എന്നാൽ കൂടി മോനാണ് കംപ്ലീറ്റ് കാര്യങ്ങളും പറയുമ്പോൾ. വീട് വെക്കുന്ന സമയത്ത് അച്ഛനും നാട്ടിലുണ്ട് കേട്ടോ. ബുക്ക് ചെയ്യാൻ വന്നതും അച്ഛനും അമ്മയും മോനും പാടെ കൂടിയിട്ടാണ്. പക്ഷെ എല്ലാതും അവര് മകനെ ആണ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനന്തു ആൻഡ് ഫാമിലി. നമ്മൾ ആരാണോ നമ്മളോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണത് അവരെ പേരാണല്ലോ നമുക്ക് പെട്ടെന്ന് ഇത് വരിക. അനന്തു ഒരു ആർട്ടിസ്റ്റ് ആണ്, നന്നായിട്ട് അവൻ വരയ്ക്കും.
അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനൽ, യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാമിൽ അനന്തൂന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലേ? അതിപ്പോ ഇനിയിപ്പോ നമുക്ക് അനന്തു KN. അല്ല, നമുക്ക് നമ്മൾ അവരെ റിവ്യൂ ഇടുന്ന സമയത്ത് അവൻ വർക്ക് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ സ്ഥലമായി വെക്കാന്. മറ്റേത് ഇപ്പൊ അനന്തൂനുള്ള തറവാട്ടില് അനന്തൂന് ഒരു മറ്റേ ഇത് തന്നെ ഉണ്ട്. അതായത് നമുക്ക് തന്നെ പോയി ഒരുപാട് ഫോട്ടോസ് അവൻ വരച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും വെക്കാൻ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അത് ജസ്റ്റ് ഫ്രെയിം ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ അടിപൊളിയായിരിക്കും ഈ വീട്ടിൽ. പിന്നെ ആദ്യം പറഞ്ഞല്ലോ ഇവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഇങ്ങനെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരുന്നു. പിന്നെയാണ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇവർ ഫസ്റ്റ് ആയിട്ട് വിളിക്കണം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബുക്കിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത 1-2 പേര് തറയിട്ടില്ല, അതേപോലെ ഒരാളുടെ അടുത്ത് ഫണ്ടും റെഡി ആയിരുന്നില്ല. ആ കാരണം കൊണ്ട് പെട്ടെന്ന് ഇവരെ ഞങ്ങൾ വിളിക്കുമായിരുന്നു. ഇവർ ബുക്ക് ചെയ്തിട്ടു, പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തതിന് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചു, എന്നാൽ നമുക്ക് ചെയ്യല്ലേ, ഞങ്ങൾക്ക് സമയമുണ്ടെന്ന് പറഞ്ഞാൽ. അവർക്ക് ഈ സമയത്തല്ലേ കോഴിക്കോടുള്ള അല്ല കണ്ണൂരിലുള്ള ആൾക്കാർ ആക്സിഡന്റ് ആയിട്ട് ഒഴിവായത്? കണ്ണൂരിൽ ആക്സിഡന്റ് ഒഴിവായി. പിന്നെ ഒറ്റപ്പാലത്ത് ഇപ്പോൾ ചെയ്തേർന്നവർക്ക് ഫണ്ടിന്റെ ചെറിയൊരു ഷോർട്ടേജ് വന്നു. അങ്ങനെ തറയിടാൻ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് മാത്യു സാറിന് ആ സമയത്ത് പറ്റിയില്ല. കറക്റ്റായിട്ട് സാറ് തറയിട്ടത്, അതെ സാറിനോട് ചോദിച്ചു കുറച്ച് നേരത്തെ ഇടാൻ പറ്റുമെന്ന്. അപ്പൊ സാറ് ഒരു പ്ലാനിങ്ങിലാണല്ലോ പോണത്, അപ്പൊ സാറിനും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇവരെ വിളിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ചേച്ചി ഭയങ്കര സന്തോഷം, നിങ്ങൾ എത്രയും പെട്ടെന്ന് വാന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇല്ല. അങ്ങനെ അനന്തോന്റെ ബാങ്കുകാരാണ് ഞെട്ടി പറഞ്ഞത്. അതായത് ഇത് അവര് SBI SBIയിലാണ് ലോൺ ഉണ്ടായിരുന്നത്, ഹൗസിംഗ് ലോണ്. അതായത് എല്ലാവർക്കും വേറെ ഒരു സംശയമുള്ളതാണ്, നമ്മളെ രീതിയിൽ വീട് വെക്കുമ്പോൾ ലോണ് കിട്ടുമെന്നുള്ളത്. ഈ വീടല്ല, നമ്മൾ ചെയ്ത ഒരുവിധം പ്രൊജക്റ്റുകളൊക്കെ ഇതേപോലെ ലോൺ എടുത്തിട്ട് ചെയ്ത ആൾക്കാരുണ്ട്. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ബാങ്കിന് ഒന്നും കൂടി ഗ്യാരണ്ടി കൂടെ ചെയ്യുക. കാരണം സാധാരണ ബ്രിക്സിൽ ചെയ്യുന്നതിനേക്കാളും സ്ട്രെങ്ത് കൂടുകയാണല്ലോ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ വീട് പിന്നെ അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, നോർമൽ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് ഡിലേ വരും. ഇതെന്ന് പറയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ അതിനുള്ള എമൗണ്ട് അവർ റിലീസാക്കി. പക്ഷെ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിലേ ഉണ്ടായിരുന്നില്ല അല്ലെ? കാരണം ഫോട്ടോസ് അവര് വന്ന് എടുക്കാനുള്ള 1-2 ദിവസത്തെ ഡിലേ അല്ലാതെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വീട് വെച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് പൈസ തരാൻ പറ്റില്ല ഒരിക്കലും ബാങ്ക് പറയില്ല. കാരണം ഒന്നുമില്ല. ബാങ്കിന് അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല, നമ്മളാണ് ഡിലേ അയക്കണത്. അതായത് നമുക്ക് എങ്ങനെയാണോ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ്, ഈ സ്റ്റേജ് ബൈ തരുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഫുള്ള് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് വീട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് വീട് വെക്കാനാണല്ലോ ക്യാഷ് തരണത്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഒരു അടിപൊളി ഫീസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്ന്. എല്ലാവിധ നോൺ വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു. സാധാരണ ഒരു കറി നന്നായിട്ടുണ്ടെങ്കിൽ ഒരു കറി നന്നാവാറില്ല, പക്ഷെ ഇത് അങ്ങനെയല്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഫിഷ്, ചിക്കൻ, ബീഫ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ചിക്കൻ. സാധാരണ ഞാൻ ചിക്കൻ തീരെ കഴിക്കാത്ത ആളാണ്. നമ്മളെ ക്ലയന്റ്സിനൊക്കെ അറിയാം, ഒരു കഷ്ണം ചിക്കൻ തന്നാലും കൂടി ഞാൻ ഒരു വീട്ടിൽ നിന്നും കൂടി കഴിക്കാറില്ല. ഈ അമ്മയ്ക്ക് തന്നെ അറിയാലോ, അവിടെ ചിക്കൻ വെച്ചാൽ ഞാൻ കഴിക്കലില്ലല്ലോ, ഞാൻ മീൻകറി ഇതല്ലേ കൂട്ടാറ്. അനന്തുവിന്റെ അമ്മ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സൽക്കരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല എന്ന്. പക്ഷെ എന്ന് മനോട്ടം നല്ലപോലെ ചിക്കൻ കഴിച്ചു. അതേപോലെ തന്നെ ഇത് എന്താ പറയുക, വിളമ്പുന്ന ചേച്ചിമാരാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ചേച്ചിമാരായിരുന്നു. ചില സ്ഥലത്ത് ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് വിളമ്പി സാധാരണ ഇപ്പോൾ വീട്ടുകാരാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ഒരിക്കലും പറ്റില്ല. പക്ഷെ ആ വിളമ്പണ ആൾക്കാർ നല്ലൊരു പ്രസന്നതയിലാകുമ്പോൾ കഴിക്കുന്ന ആൾക്കല്ലേ, ഇനിയിപ്പോൾ എന്തായി കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഇല്ലെങ്കിൽ കൂടി നന്നാവും. പക്ഷെ ഇന്ന് ഭക്ഷണവും ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചേച്ചിമാരും സൂപ്പറായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മുറ്റം വർക്കും ആ കർട്ടനിൽ കുറച്ച് വർക്കും ഇനി കുറച്ച് കബോർഡ്സ് വെക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി മഴ പോയിട്ടും അതേപോലെ ഇവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നിട്ടായിരിക്കും ചെയ്യേണ്ടത്. ഓണത്തിന്റെ മുന്നേ താമസിക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നാമത് അതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞാല് കന്നി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാസം വെറുതെ പോകും. അപ്പൊ വെറുതെ ഇത്രയും വലിയൊരു വീട് വെച്ചിട്ടിട്ട് നമ്മള് അല്ലെ എത്ര ദിവസമായി വീട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ദിവസമായി. പിന്നെ ഈ നന്ദേട്ടൻ ലീവിന് വരാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്ര പോയത്. പിന്നെ ഓണത്തിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണത്തിനാണ് ഈ വീട് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഇവരുടെ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും അനന്തുവിൻ്റെ അച്ഛൻ തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു വീട് പണി ആദ്യം വന്ന് നമ്മൾ തുടങ്ങുമ്പോഴും അതേപോലെ അതിൻ്റെ ഹൗസ് വാമിങ്ങിന് ശേഷം ആ വീഡിയോ ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന ബന്ധം ഒരു അവസാനം വരെ നിലനിർത്തിയിട്ട് നമുക്ക് ആ ഹൗസ് വാമിങ്ങും കൂടിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് നമുക്ക് മിക്കവിടെയും സാധിക്കാറുണ്ട്. ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത്. ഇപ്പോഴല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ മുമ്പ് കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ സാധിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ നടക്കുന്ന എല്ലാ പ്രൊജക്റ്റിനും നമുക്ക് സാധിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാ ഹൗസ് വാമിങ് എല്ലാം കൂടി കുറച്ച് ഭക്ഷണവും കഴിച്ച് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി എന്തായാലും ഇതിൻ്റെ എല്ലാവരെയും ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാത്യു സാറിൻ്റെ ആൻറ്റിയുടെയും റിവ്യൂ ഇട്ട പോലെ ഞങ്ങൾ ഇവരുടെ ഒരു റിവ്യൂ എല്ലാം ആയിട്ട് ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം.